എൻ്റെ പേര് കെ കർണൻ, നിറവറ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. 1975-76 കാലഘട്ടത്തിൽ വളരെ ചെറിയ തോതിൽ നെല്ല് അരിയാക്കി പുഴുങ്ങി ഉണക്കി കുത്തിച്ച് വിൽക്കുന്ന ഒരു വ്യവസായമാണ് തുടങ്ങിയത്. 1991 വന്നപ്പോഴേക്കും ഒരു നല്ലൊരു മോഡേൺ റൈസ് മില്ല്, അന്ന് അത് മോഡേൺ റൈസ് മില്ലാക്കിയപ്പോൾ അരി കല്ലും മണ്ണൊക്കെ നീക്കി 5 കിലോ 10 കിലോ 25 കിലോ 75 കിലോ ബാഗിലൊക്കെ നിറവറ ബ്രാൻഡ് എന്നുള്ള പേരിൽ 88 തന്നെ ബ്രാൻഡ് തുടങ്ങിയെങ്കിലും 91 യഥാഷ്ടം നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി. 94-95 ആയപ്പോഴേക്കും വീണ്ടും പൂർണ്ണമായും ജർമ്മൻ, ഇംഗ്ലണ്ട് വലിയൊരു ഓട്ടോമാറ്റിക് പ്ലാന്റ് 4 ഇരട്ടി കപ്പാസിറ്റിയോടുകൂടി നമ്മൾ തുടങ്ങി കെക്കർ ആഗ്രോമിൽസ്. ഈ ആഗ്രോമിൽസും തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അരിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ വർദ്ധിച്ചു. ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് 75-76 കാലഘട്ടത്തിൽ എൻ്റെ മുതൽ മുടക്ക് ഈ റൈസ് മിൽ ഫീൽഡിലേക്ക് ഉദ്ദേശം എല്ലാം കൂടി 1 ലക്ഷത്തിൻ്റെ താഴെ ഉള്ള മുടക്കോടുകൂടി സംരംഭം ആരംഭിച്ച് ഓരോ വർഷങ്ങളും ടേൺ ഓവർ കൂടി ഇന്ന് 2010-11 ആയപ്പോൾ 300 കോടിയിൽ പരം ഈ നിറവറ ഗ്രൂപ്പിൻ്റെ ടേൺ ഓവർ എത്തി. വേറെയും വ്യവസായ സ്ഥാപനങ്ങൾ 2-3 സ്ഥാപനങ്ങൾ വേറെ നടത്തുന്നുണ്ട്. കേരളത്തിലെ വച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഫുഡ് ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. ക്വാളിറ്റിക്ക് കോമ്പറ്റീഷൻ ആർക്കും നിറവറോട് കടപിടിക്കാൻ ഇപ്പോൾ ആർക്കും പറ്റിയിട്ടില്ല. പ്രധാന കാരണം ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുടെ സാധനം മാർക്കറ്റ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മാറി വേറെ ബ്രാൻഡ് വാങ്ങിച്ചാലും പിറ്റേ ദിവസം വീണ്ടും തിരിച്ചു വന്ന് നിറവറയിലേക്ക് ഉറപ്പിക്കുന്നൊരു വിശ്വാസം നിറവറയ്ക്കുണ്ട്. ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മദർ, എൻ്റെ മറ്റു സഹോദരന്മാർ, 2 സ്റ്റാഫ്, അത് ഇന്ന് പോയി 10, 15, 100, 150, 500 പിന്നെ അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് എൻ്റെ കൂടെയും കോൺട്രാക്ട് വർക്കിലൊക്കെ പോയിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ ദിവസം ഇപ്പോൾ കഴിഞ്ഞു വരികയാണ്. ഇനിയും ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അടുത്ത വർഷമൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ 2013-2012 ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഡബിള് ഒരു 600 കോടി രൂപയിലേക്ക് എത്തിക്കാനും അത് 2015 ആകുമ്പോൾ 1000 കോടിയുടെ മുകളിൽ ചെയ്യാനാണ് നിറവറ ഇന്ന് എടുത്ത തീരുമാനങ്ങൾ. ഫ്യൂച്ചർ പ്ലാൻ ഇനി ഫുഡ് ഐറ്റങ്ങൾ, സ്പൈസസ് ഏറ്റവും ക്വാളിറ്റിയുള്ള സ്പൈസസ് തന്നെ ഞങ്ങൾ വലിയ ബൾക്കായി സൂക്ഷിച്ച് അതിനെ ഞങ്ങൾ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഞങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ, ആയുർവേദിക സാധനങ്ങൾ, സോപ്പുകൾ, വൈറ്റാലിയം പൗഡറുകൾ, ഓയിൽ, അതുപോലെ കോക്കനട്ട് ഓയിൽ, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇനിയും ഓരോ ദിവസം വരുന്നവരും മാർക്കറ്റിൽ ഇറക്കാനാണ് തീരുമാനിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം, കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ ആയുർവേദ കോളേജുകളൊക്കെ ട്രസ്റ്റുകൾ കൂടി ഒത്തിരി അംഗങ്ങൾ കൂടി ഞങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടത്ര നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഈ വ്യവസായ സമയത്ത് നടക്കുന്നു. ഫാമിലി, എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ബിജു കർണൻ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി MBA കഴിഞ്ഞ് മാർക്കറ്റിംഗ് കാര്യങ്ങളും നടത്തി വിദേശത്തും എക്സ്പോർട്ടും എല്ലാം നോക്കി വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. എൻ്റെ ഭാര്യ അമ്മണി കർണൻ, ഞങ്ങളെല്ലാവരും കൂടി ഈ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തി വരും. പുതിയതായി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വ്യവസായ രംഗത്തേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസിയാണ്. പുറത്തോട്ട് ചിന്തിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നത് ശരിയാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ പ്രാവർത്തികമാക്കി വളർത്തിയെടുക്കുന്ന വ്യവസായിക്ക് ആർക്കും വളരാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസിയാണ് ഞാൻ.